ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് എന്നാണ്. നഴ്സിങ്ങിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നിറയെ സബ്ജക്റ്റിൽ ടോപ്പിക്കിൽ ആയിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കമ്മ്യൂണിക്കേഷനിലെ ഈ ചാപ്റ്ററിൽ ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്ററിനെ എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഐഡിയാസ് അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്ന ഉള്ള ഒരു ചെറിയ ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ കമ്മ്യൂണിക്കേഷനിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഈസി ചാപ്റ്ററാണ്. നമുക്ക് എന്താണ് പറയുക, ഈസിലി അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നഴ്സിങ്ങിലേക്ക് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഒരു ഔട്ട്ലൈനാണ് പറയാൻ പോകുന്നത്. അത് 3 തരത്തിലാണ് ഞാൻ പിരിച്ചിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ടാണ്. ഈ പാർട്ട് 1 ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഡെഫിനിഷൻ, പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. അടുത്തത് പാർട്ട് 2 ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എലമെൻറ്റ് ആൻഡ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മെത്തേഡ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്, നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്. ഈ പാർട്ട് 3 പറയുന്ന തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ അതൊരു വേറൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇച്ചിരി വെയിറ്റേജ് കൂടിയ ഒരു ടോപ്പിക് എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാനത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് പാർട്ട് 3 ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ഉള്ള ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ സിമ്പിളാണ്, ജസ്റ്റ് അതിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് മനസ്സിലാക്കുക, ജസ്റ്റ് ഡെഫിനിഷൻ പഠിക്കുക. ഏതൊക്കെ ഞാൻ ഏറ്റവും സിമ്പിളായിട്ടാണ് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലേറ്റവും നോട്ട് ചെയ്ത് മതി. അതിൽ മെയിനായിട്ട് വരുന്ന മാത്രം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യപ്പെടുള്ളൂ. ഇതിൽ മെയിനായിട്ട് നമുക്ക് പറയുമ്പോൾ ഈ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേഴ്സ് പേഷ്യൻ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകും. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നേഴ്സും പേഷ്യൻറ്റും തമ്മിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് ഒരു നല്ല എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ വരിക. ചില സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ. അതായത് ചിലപ്പോൾ സമയത്ത് നമുക്ക് ഒരു പേഷ്യൻ്റ് നമ്മൾ വേറെതായിരിക്കും, അപ്പോൾ നമ്മൾ വേറെ ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അതൊരു എന്തായിരിക്കും, ബാരിയറായിട്ട് ഫീൽ ചെയ്യും. പിന്നെ എന്താ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത് ചിലപ്പോൾ ചില ആൾക്കാർ എന്താ പറയുക, ലിറ്ററേറ്റ് ആയിരിക്കും, ഇല്ലിറ്ററേറ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന ടെർമിനോളജി ഒന്നും മനസ്സിലാവാൻ ചാൻസ് ഇല്ല. നമ്മൾ അതിനനുസരിച്ച് ഷോർട്ട് ഫോമോ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ലാംഗ്വേജിലൊക്കെ കൊടുക്കേണ്ടി വരും. അതൊക്കെയാണ് ബാരിയേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യം, നമ്മൾ വിചാരിച്ച കാര്യം മൊത്തം ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക, കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അവരോട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ പേഷ്യൻറ്റിനോട് മാത്രമല്ല, റിലേറ്റീവ്സ്, ഹെൽത്ത് കെയർ ടീമിനോടൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ലേണിംഗ് പ്രോസസ് ത്രൂ ഔട്ട് ദ ലൈഫ് എന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സാണ്. ലൈഫിൽ ഫുൾ വരുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ ലേണിംഗ് പ്രോസസ്സ്. Communication is a critical skill for nursing. As a nurse, you communicate with the patient and her families to achieve the patient's health-related goals. ഇതിൽ നമ്മൾ എന്താ പറയുന്നത്, നേഴ്സിന് ഏറ്റവും വേണ്ട ഒരു സ്കില്ലെന്ന് പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ പേഷ്യൻറ്റിനോട് മാത്രമല്ല നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്, നമ്മൾ പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്സ് അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് കെയർ റിലേറ്റഡ് വർക്കേഴ്സ് ടീമിനുമായിട്ട് നമ്മൾ എന്തുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പോൾ നമ്മൾ ഓരോ റിപ്പോർട്ട് അയക്കുന്നുണ്ടാവും. ബ്ലഡ് റിപ്പോർട്ടായാലും ശരി, എക്സ്റേ റിപ്പോർട്ടായാലും ശരി, എന്തൊരു ഫാർമസി പോയാലും ശരി, നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ മാത്രമാണ് നമുക്ക് വേണ്ട റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഗോളെന്ന് പറയുമ്പോൾ അതായത് അവരെ ക്യൂർ ആക്കുക, അവരെ അതിന് റിലീവ് ചെയ്യുക, ഇൽനെസ്സിൽ നിന്ന്
തിരിച്ചെടുക്കുമ്പോൾ അതിന് പറയുമ്പോൾ നമ്മൾ എന്ത് വേണം, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ തെറ്റായി പറയുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, എല്ലാവരും ചെയ്യാൻ വെച്ച പ്ലാൻ മാറുക. അപ്പോൾ പേഷ്യന് പ്രോപ്പറായിട്ട് കിട്ടുന്ന കെയർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ പേഷ്യൻ്റ് ആർ മൂവ്ഡ് ഫ്രം വൺ കെയർ സെറ്റിംഗ് ടു അനദർ ടു ഇംപ്രൂവ് ദെയർ ഹെൽത്ത്. ഇപ്പോൾ സാധാ ഒരു എമർജൻസി വാർഡിൽ നിന്ന് ഇരിക്കുമ്പോൾ ഒരു വാർഡിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഹാൻഡിൽഡ്. എപ്പോഴൊക്കെയാണോ എന്തൊക്കെ കാര്യങ്ങളാണോ മെയിനായിട്ടുള്ളത് അത് നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. An effective communication skill among the healthcare team members help to meet legal, ethical and clinical standard of care. അതായത് ഇപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ അത് നമുക്ക് പേഷ്യൻറ്റിനും ഗുണം ഉണ്ടാവുള്ളൂ, നമുക്കും നല്ലൊരു ഗുഡ് കെയർ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ലീഗലും ഇല്ലീഗലും ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ്. അടുത്ത് നമ്മൾ ഡെഫിനിഷനാണ് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ: കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, തോട്ട്, ഐഡിയ, ഫീലിംഗ് ബിറ്റ്വീൻ ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് ത്രൂ എ ചാനൽ. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന്. അതായത് എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ ആലോചിച്ച കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഐഡിയ ആയിക്കോട്ടെ, നിങ്ങളുടെ എന്തെങ്കിലും ഫീലിങ്സ് ആയിക്കോട്ടെ, എന്താണ് ചെയ്യണത്, ഒരാളോടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരോടോ അത് ഷെയർ ചെയ്യണം. അതായത് ത്രൂ എ ചാനൽ എന്ന് പറയുന്നുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ നേരിട്ട് സംസാരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ലെറ്റർ എഴുതിയിട്ടോ റൈറ്റിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു മാസ് മീഡിയയിലൂടെയാണോ നമ്മളൊരു അറിവ് കൊടുക്കുന്നത്, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ചാനൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിങ് ഓഫ് ഐഡിയാസ് ഓർ ഫീലിങ്സ് ടു വൺ ഓർ മോർ ഇൻഡിവിജ്വൽ ത്രൂ എ ചാനൽ. അപ്പോൾ അടുത്തത് നോക്കുന്നതാണ് പർപ്പസ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്, ബിഹേവിയറൽ ചേഞ്ച് ആൻഡ് കോർഡിനേഷൻ. അപ്പം ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പർപ്പസ്. അപ്പോൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാം. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ നമ്മളൊരു ഡോക്ടറോട് ഹാൻഡ് ഓവർ കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് പേഷ്യൻ്റ് ഔട്ട്കം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് നെക്സ്റ്റുള്ള സ്റ്റെപ്പ് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് വല്ല മിസ്റ്റേക്ക് വരികയാണ്, അതൊരു കറക്റ്റ് ചെയ്ത് തരികയാണ് ത്രൂ കമ്മ്യൂണിക്കേഷൻ, അതൊരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ എന്തുണ്ടാകുന്നു, അവിടെ ഒരു ബിഹേവിയറൽ ചേഞ്ച് നടക്കുന്നു. അടുത്തത് എന്താണ്, കോർഡിനേഷൻ. നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്യാതെ നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഒരു ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ എല്ലാവരും അറിയേണ്ടതുമാണ്. നമുക്കും ഒരിക്കലും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എല്ലാവരോടും ഷെയർ ചെയ്തിട്ട് പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് പേഷ്യൻറ്റിൻ്റെ എന്ത് കാര്യങ്ങളായാലും അത് ചിലപ്പോൾ നമുക്ക് അപ്ഡേറ്റഡ് ചെയ്യേണ്ടി വരും എല്ലാവരോടത്തും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു പ്രോപ്പർ കോർഡിനേഷൻ ആവശ്യം എന്താണ്, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷേ അത് നമ്മുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ ഒരു ആക്ടിവിറ്റി നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്ക് പല റോൾ ചെയ്യേണ്ടി വരും. അടുത്തതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ത്രൂ കമ്മ്യൂണിക്കേഷൻ നമുക്ക് മോട്ടിവേഷൻ ചെയ്യാം അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആവാം. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ. ആരെങ്കിലും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളതിൽ നിന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനൊക്കെയാണ് മോട്ടിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, അതായത് നമ്മൾ ഓപ്പൺ വിൻഡോ എന്നൊക്കെ പറയത്തില്ലേ, ജൊഹാരി വിൻഡോസൊക്കെ, അതായത് നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നല്ല ബിൽഡപ്പ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഇത്. പിന്നെ മാനേജ്മെൻറ്റ് സ്കില്ല്, നമ്മുടെ സ്കിൽസൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനും അത് സഹായിക്കും. അടുത്തത് ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് 4 എണ്ണം ഉള്ളത്. ലെവൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണൽ, ഇൻ്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓർഗനൈസൽ കമ്മ്യൂണിക്കേഷൻ.
അടുത്തത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് ടോക്കാണ്. അതായത് നമ്മളുടെ ഇടയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സെൽഫ് ടോക്ക്. ഈസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഇൻ എ പേഴ്സൺ. ഒരാളിൽ കൂടെ തന്നെ വരുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അടുത്തത് വരുന്നത് ഇൻ്റർ ആയിരിക്കും. അപ്പോൾ അത് തമ്മിൽ എന്ത് ചെയ്ത് കൺഫ്യൂഷൻ വരും. ഇത് ഇൻട്രയാണ്. ഇൻട്ര എന്ന് പറയുമ്പോൾ സെൽഫ് ടോക്ക് വിത്ത് ഇൻ ദ പേഴ്സൺ. This communication is important because it affects the nurse behavior, perception, feelings and self-esteem and can enhance or detract from positive interaction with the patient and family. അതായത് ഇതെന്ന് പറയുമ്പോൾ എന്താ പറയുക, സെൽഫ് അനാലിസിസ് എന്ന് വരും. അതായത് ഈ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ തോട്ട്, ഫീലിങ്സ്, പെർസെപ്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മളെങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് എടുക്കുന്നത്, ആ മീനിങ്ങാണ് അവിടെ പെർസെപ്ഷന് വരുന്നത്. പിന്നെ നമ്മുടെ ഫീലിങ്സ്, അതൊക്കെ നമ്മൾ തന്നെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് എടുക്കുന്ന, നമ്മളോട് തന്നെ പറയുന്ന ഒരു ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ശ്രദ്ധിച്ചോ, ഇൻ്റർ എന്ന് പറയുന്ന സമയത്ത് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ 2 or more people with a goal to exchange messages. അതിലെന്തിനാണ് ഇൻ്റർ പേഴ്സണൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ 2 or more, 2 അതിൽ കൂടുതലോ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്താണ് അതിനെ പറയുന്ന പേരാണ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻട്രായും ഉണ്ട്, ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. അടുത്തത് വരുന്നതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈസ് ദ പ്രോസസ് വെൻ മോർ ദാൻ 2 people meet face to face through another medium of communication such as webinar or in a conference hall. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടിൽ കൂടുതൽ ആൾക്കാരിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് അതിനെ പറയുന്നതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടോ കോണ്ടാക്റ്റിൽ വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മീഡിയാസ് യൂസ് ചെയ്ത്, മീഡിയം എന്ന് പറയുന്നത് നമ്മൾ ഏതിലൂടെയാണോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അതിനെയാണ് മീഡിയം എന്ന് പറയുന്നത്. അതാണ് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ചിലപ്പോൾ മേ ബി വെബിനാറോ അല്ലെങ്കിൽ കോൺഫറൻസ് കോളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിനെയാണ് മീഡിയം എന്ന് ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ. അതിനാണ് ഗ്രൂപ്പ് ഓർഗനൈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അടുത്തതാണ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ occurs when people and group within an organization communicate to achieve established goals. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് ടു അച്ചീവ് ആൻഡ് ഗോൾ. ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗോൾ അവർക്ക് ഉണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യായിരിക്കും. ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുണ്ടാകുന്ന കുറേ ആൾക്കാർ, ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും, കുറേ ആൾക്കാരുണ്ടാവും, പീപ്പിൾസ് ഉണ്ടാവും. അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ആ തരത്തിൽ വരുന്ന കമ്മ്യൂണിക്കേഷനെ പറയുന്നതാണ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ഓർഗനൈസേഷൻ. അടുത്താണ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷനുണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെർബൽ എന്ന് പറഞ്ഞ മീനിങ് എന്തോ, അങ്ങനെ സംസാരിക്കുക അങ്ങനെയുള്ള മീനിങ്ങാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സംസാരിക്കാതെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറഞ്ഞാൽ ഓറൽ, നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ ഓറലി സംസാരിക്കുന്നു, അവരത് ഹിയർ ചെയ്യുന്നു, നമ്മളെന്ത് ചെയ്യുന്നു, തിരിച്ച് റിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സംടൈം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചില സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റാതെ ആകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ചുമ്മാ ഏതെങ്കിലുമൊക്കെ ഐഡിയാസോ സിമ്പിൾസോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സിഗ്നലൊക്കെ കൊടുക്കത്തില്ല നമ്മൾ ഫ്രണ്ട്സിനൊക്കെ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ചിലപ്പോൾ നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടോ മുഖത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഭാവമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് ടച്ച് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ എക്സാമ്പിൾ ഞാൻ കൊടുക്കാം. അപ്പോൾ ദർ ആർ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ് 2 തരത്തിലുണ്ട്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്പോക്കൺ വേർഡ്സ്, നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ TV, റേഡിയോ, മുഖത്തോട് മുഖത്ത് അല്ലെങ്കിൽ എഴുതുക, ആ രീതിക്കാണ് എന്ത് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അടുത്തത് നോൺ വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇട്ടിട്ട് നമ്മൾ സിഗ്നൽ കൊടുക്കും, അതൊന്ന്.
ടച്ച് എന്ന് പറയുന്നതുണ്ട്, സിമ്പിൾ ഹാൻഡ് സിഗ്നൽ കൊടുക്കാം, ടോൺ ഓഫ് വോയിസ് ഇങ്ങനെയൊക്കെ ഒരുമാതിരി സൗണ്ടൊക്കെ കൊടുക്കത്തില്ല. അങ്ങനെ ചിലപ്പോൾ നമ്മൾ ബോഡി മൂവ്മെൻറ്റ് കാണിച്ചിട്ടാണോ ആക്ഷൻ കാണിക്കുന്നുണ്ടാവുക, പോസ്ചർ, ഗേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല. ദർ ആർ 2 ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ഇതൊക്കെയാണ്. നോൺ വെർബലിൽ വരുന്നതാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഈ പോസ്ചർ, ഗേറ്റ് എന്നൊക്കെ പറയുന്നത് ബോഡിയുടെ ഒരു പൊസിഷനെയാണ്, നമ്മൾ ബോഡി കൊണ്ട് കാണിക്കുന്ന ഒരു സിഗ്നൽ, അങ്ങനെയാണ് ഇനി ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഇതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ് പാർട്ട് 1. പാർട്ട് 2 നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.